നമ്മളിന്ന് ഒരു നോൺ കണ്ടക്റ്റിംഗ് സ്ഫിയറിന് ചുറ്റും അതുപോലെ അതിനുള്ളിലും ഒക്കെയുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റിക്കുള്ള ഇക്വേഷൻ ഗോസ് തിയറം ഉപയോഗിച്ച് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് പഠിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടക്റ്റിംഗ് സ്ഫിയറും അതുപോലെ നോൺ കണ്ടക്റ്റിംഗ് ആൻഡ് കണ്ടക്റ്റിംഗ് ഷെല്ലുകൾ, സ്ഫെറിക്കൽ ഷെല്ലുകളുടെ കേസിലുമൊക്കെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻസ് ഡിറൈവ് ചെയ്തിരുന്നു. അതേ മെത്തേഡ് തന്നെയാണ് ഇവിടെയും നമ്മൾ യൂസ് ചെയ്യുക. നോൺ കണ്ടക്റ്റിംഗ് സ്ഫിയർ എന്ന് പറയുമ്പോൾ റബ്ബറോ അല്ലെ പ്ലാസ്റ്റിക്കോ ഒക്കെ കൊണ്ടുണ്ടാക്കിയ അകം പൊള്ളയല്ലാത്ത, അതായത് ക്രിക്കറ്റ് ബോളൊക്കെ പോലുള്ള റബ്ബർ ബോളുകൾ കൺസിഡർ ചെയ്യാം. അങ്ങനെയുള്ള ഓബ്ജക്റ്റുകളുടെ പ്രത്യേകത എന്താ? ചാർജ് എവിടെ കൊടുക്കുന്നു അത് അവിടെ സ്റ്റേഷനറി ആയിട്ട് നിൽക്കും. അപ്പോൾ ഉള്ളിൽ ചാർജ് കൊടുത്താൽ ഉള്ളിലുണ്ടാകും, പുറത്ത് കൊടുത്താൽ പുറത്ത് നിൽക്കും. അപ്പോൾ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് ഒരു യൂണിഫോംലി ചാർജഡ് ആയിട്ടുള്ള നോൺ കണ്ടക്റ്റിംഗ് സ്ഫിയറാണ്. അപ്പോൾ യൂണിഫോംലി ചാർജഡ് ആയിട്ടുള്ള നോൺ കണ്ടക്റ്റിംഗ് സ്ഫിയറിൻ്റെ ഉള്ളിലും പുറത്തും ഒക്കെ ഒരേപോലെ തന്നെ ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നു. അങ്ങനെയുള്ള സ്ഫിയർ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻസ് ആണ് ചെയ്യാൻ പോവുക. ആദ്യം നമുക്ക് ഈ സ്ഫിയറിന് പുറത്തുള്ള ഒരു പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷനാണ് ഡിറൈവ് ചെയ്യേണ്ടത്. സോ ലെറ്റ് us കൺസിഡർ എ പോയിന്റ് P at a distance r from the center of the sphere. അപ്പോൾ പിയിലെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ പി ഉൾക്കൊള്ളുന്ന ഈ സ്ഫിയറും ഉൾക്കൊള്ളുന്ന ഒരു ഗോഷ്യൻ സർഫസ് നമ്മൾ ഇമാജിൻ ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഗോഷ്യൻ സർഫസ്, ഒരു സ്ഫെറിക്കൽ സർഫസ്, സ്മോൾ ആർ റേഡിയസ് ഉള്ള ഒരു സ്ഫെറിക്കൽ സർഫസാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ ഒരു സർഫസിലാണ് നമ്മളിനി ഗോസ് തിയറം അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഈ സർഫസ് കൺസിഡർ ചെയ്യുക. എന്നിട്ട് ആ സർഫസിൽ നമുക്ക് ഡി എസ് ഏരിയ ഉള്ളൊരു പോർഷൻ കൺസിഡർ ചെയ്യാം. ഈ സർഫസ് മുഴുവനും അങ്ങനെ ഡി എസ് ഏരിയകളായിട്ട് കൺസിഡർ ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഡി എസ് ഏരിയ ഉള്ളൊരു പോർഷൻ എടുത്തു. ആ പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനും ആ സർഫസിലേക്കുള്ള നോർമലും ഒരേ ഡയറക്ഷനിലാണ്. തീറ്റയുടെ വാല്യൂ അതുകൊണ്ട് 0 ആയിട്ട് വരും. ഈ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ ദാറ്റ് സർഫസ് ഈസ് ഫൈ ഈക്വൽ ടു ഇ ഡോട്ട് ഡി എസ് ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ ഡി എസ്. ഇനി നമുക്ക് ഇതുപോലെ അനേകം ഡി എസ് ഏരിയകളുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ആ ഏരിയകളിലെല്ലാം ഇതേപോലെ തന്നെ തീറ്റയുടെ വാല്യൂ 0 ആണ്. കാരണം എല്ലായിടത്തും ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനും അതുപോലെ നോർമൽ ഡയറക്ഷനും സെയിം ആയിരിക്കും. അതുപോലെ ഈയുടെ വാല്യൂ എല്ലാ പോയിന്റിലും കോൺസ്റ്റൻ്റ് ആണ്. കാരണം എല്ലാ പോയിന്റുകളും ഈ സ്ഫിയറിൻ്റെ സെൻറ്ററിൽ നിന്ന് ഒരേ അകലത്തിലാണ്. അങ്ങനെ ഈ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഈ നമുക്ക് പുറത്തെടുക്കാം. തീറ്റ 0 ആയതുകൊണ്ട് കോസ് 0 1 ആയതുകൊണ്ടും ഡോട്ട് ഇവിടുന്ന് പോകും. സോ ഗെറ്റ് ഇ ഇൻറ്റു ഇൻ്റഗ്രൽ ഡി എസ്. കോസ് 0 അനുസരിച്ച് ദിസ് ഈസ് ഈക്വൽ ടു 1/ε0 ഇൻറ്റു ക്യൂ. ഇനി ഇൻ്റഗ്രൽ ഡി എസ് എന്നുള്ളതിന് പകരം ഇൻ്റഗ്രൽ ഡി എസ് എന്ന് വെച്ചാൽ എന്താ? ഈ ഡി എസ് ഏരിയകളെല്ലാം ചേർത്തെടുക്കുക. അങ്ങനെ ചേർക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു സ്ഫെറിക്കൽ സർഫസാണ്. ആ റേഡിയസ് ഉള്ള ഒരു സ്ഫിയറിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ ആണ് ഇൻ്റഗ്രൽ ഡി എസ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 4πr². സോ വി ക്യാൻ റൈറ്റ് ഇ ഇൻറ്റു ഇൻ്റഗ്രൽ ഡി എസിന് പകരം 4πr² ഈസ് ഈക്വൽ ടു 1/ε0 ഇൻറ്റു ക്യൂ. ഇതിൽ നിന്ന് വി ക്യാൻ റൈറ്റ് E is equal to 1/4πε0 Q/r². This is the equation for electric field intensity at a point outside the non-conducting sphere. And this is same as the equation for a spherical shell or a conducting sphere. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലത് പഠിച്ചതാണ്. ആ സെയിം ഇക്വേഷനാണ് ഇവിടെ കിട്ടുന്നത്. And we can see that electric field intensity is inversely proportional to r². എന്ന് പറഞ്ഞാൽ r കൂടുന്തോറും ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റി കുറയും, ദൂരേക്ക് പോകുന്തോറും ഫീൽഡിൻ്റെ സ്ട്രെങ്ത് കുറഞ്ഞു വരും, സ്ഫിയറിന് അടുത്തേക്ക് വരുന്തോറും ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റി കൂടിക്കൂടി വരും. ഇനി അടുത്തേക്ക് വരുന്തോറും ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റി കൂടിക്കൂടി വരുമെന്ന് പറഞ്ഞു. അങ്ങനെ വന്ന് നമ്മൾ എടുക്കുന്ന പോയിൻ്റ് ഈ സ്ഫിയറിൻ്റെ സർഫസിൽ തന്നെ ഒരു പോയിൻ്റ് ആയാൽ ആ പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റി എന്തായിരിക്കും? അത് കിട്ടാനായിട്ട് നമുക്ക് സ്മോൾ ആറിന് പകരം ക്യാപിറ്റൽ ആറിന് കൊടുത്താൽ മതി. ദെൻ ദി ഇക്വേഷൻ ബിക്കംസ് E is equal to 1/4πε0 Q/R².
And this is the maximum value of electric field intensity due to the non-conducting sphere. ഇത്രയും കേസ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് തന്നെയാണ്. സ്ഫെറിക്കൽ ഷെല്ലുകളും അതേ എഫക്റ്റ് തന്നെയാണ് നോൺ കണ്ടക്റ്റിംഗ് സ്ഫിയറിൻ്റെ കേസിലും വരുന്നത്. പക്ഷേ ഇനി ഇവിടെയുള്ളൊരു വ്യത്യാസം, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ഒരു സ്ഫെറിക്കൽ ഷെല്ല് അല്ലെങ്കിൽ കണ്ടക്റ്റിംഗ് സ്ഫിയർ ആണെങ്കിൽ അതിനുള്ളിൽ ഇതുപോലെ ചാർജ് ഇല്ല. ഉള്ളിൽ ചാർജ് കൊടുത്താലും അത് സർഫസിലേക്ക് സ്പ്രെഡ് ചെയ്യും. സർഫസിൽ മാത്രമേ ചാർജ് ഉള്ളൂ. അതുകൊണ്ട് ഉള്ളിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റി 0 ആണെന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു. പക്ഷേ ഒരു നോൺ കണ്ടക്റ്റിംഗ് സ്ഫിയറിൻ്റെ കേസ് അങ്ങനെയല്ല. നോൺ കണ്ടക്റ്റിംഗ് സ്ഫിയറിൻ്റെ ഉള്ളിലും എന്തുണ്ട്? ചാർജ് ഉണ്ട്. ഇപ്പോൾ ഉള്ളിലെ പോയിന്റുകളിൽ ചാർജ് 0 അല്ലാത്തത് കൊണ്ട് ഉള്ളിൽ ഒരു പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റി, ഇവിടെ പി എന്നൊരു പോയിന്റ് കാണിച്ചിട്ടുണ്ട്, അവിടുത്തെ ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റി നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ ആ പോയിന്റ് ഉൾക്കൊള്ളുന്ന മറ്റൊരു ചെറിയ സ്ഫെറിക്കൽ സർഫസ്, സ്മോൾ ആർ റേഡിയസ് ഉള്ള ഒരു ഗോഷ്യൻ സർഫസ് നമ്മൾ ഇമാജിൻ ചെയ്യണം. എന്നിട്ട് ആ സർഫസിൽ വേണം ഈ ഗോസ് തിയറം അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പം അങ്ങനെയുള്ള ആ സ്മോൾ സർഫസിൽ ഈ ഗോസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ ഫോർ എ പോയിന്റ് ഇൻസൈഡ് ദ സ്ഫിയർ നമുക്ക് ഗോസ് തിയറം അപ്ലൈ ചെയ്യാൻ വേണ്ടി ഇവിടെയും ഇൻ്റഗ്രൽ ഓവർ E.ds എടുക്കാം. That is equal to E into 4 pi small r square, where small r is the radius of the small sphere, that is the Gaussian surface, and that is equal to 1 by epsilon 0 into q dash, where q dash is the charge inside the Gaussian surface. അതാണ് ഇവിടെയുള്ള വ്യത്യാസം. സ്ഫിയറിലുള്ള മുഴുവൻ ചാർജും ഈ ഗോഷ്യൻ സർഫസിനുള്ളിൽ വരുന്നില്ല. അപ്പോൾ ഗോഷ്യൻ സർഫസിനുള്ളിൽ വരുന്ന ചാർജിന് മാത്രമേ നമുക്കിവിടെ എടുക്കാൻ സാധിക്കുള്ളൂ. ദാറ്റ് ഈസ് ക്യൂ ഡാഷ്. ഇനി നമുക്ക് ഈ ക്യൂ ഡാഷിൻ്റെ വാല്യൂ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും ക്യൂവിൻ്റെ ടേംസിൽ? അതായത് ഗോഷ്യൻ സർഫസ് പോയിന്റ് മാറുന്നതനുസരിച്ച് ഗോഷ്യൻ സർഫസിൻ്റെ റേഡിയസ് മാറും. അതനുസരിച്ച് അതിനുള്ളിൽ വരുന്ന ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡും മാറും. ഇപ്പോൾ ക്യൂ ഡാഷ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് അല്ല പല പോയിന്റുകൾ എടുക്കുമ്പോൾ. അതുകൊണ്ട് നമുക്കതിനെ ടോട്ടൽ ചാർജായ ക്യൂവിൻ്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യണം. അതിനു വേണ്ടി നമ്മളെടുക്കുന്ന ഒരു കാര്യം വോളിയം ഡെൻസിറ്റി കോൺസ്റ്റൻ്റ് എന്നുള്ളതാണ്. വോളിയം ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ചാർജ് പെർ യൂണിറ്റ് വോളിയം. ഇപ്പോൾ വലിയ നോൺ കണ്ടക്റ്റിംഗ് സ്ഫിയറിലുള്ള ടോട്ടൽ ചാർജ് സ്മോൾ ക്യൂവും ആ സ്ഫിയറിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ ആറും ആണെങ്കിൽ അതിൻ്റെ ചാർജ് പെർ യൂണിറ്റ് വോളിയം എന്താ? സ്മോൾ ക്യൂ ബൈ 4/3 പൈ ആർ ക്യൂബാണ്. ഇതാണ് ചാർജ് പെർ യൂണിറ്റ് വോളിയം. വേർ ക്യാപിറ്റൽ ആർ ഈസ് ദ റേഡിയസ് ഓഫ് ദ നോൺ കണ്ടക്റ്റിംഗ് സ്ഫിയർ, ക്യൂ ഈസ് ദ ടോട്ടൽ ചാർജ് ഇൻസൈഡ് ദ നോൺ കണ്ടക്റ്റിംഗ് സ്ഫിയർ. So this is the charge density if we consider the full non-conducting sphere. ഇനി നമ്മൾ ഈ ഉള്ളിലുള്ള ഗോഷ്യൻ സർഫസിനുള്ളിലെ ചാർജ് ഡെൻസിറ്റി എന്താണെന്ന് നോക്കാം. അതിനുള്ളിലുള്ള ചാർജ് നമ്മൾ ക്യൂ ഡാഷ് എന്ന് പറഞ്ഞു. ക്യൂ ഡാഷ് ബൈ ആ സ്ഫിയറിൻ്റെ വോളിയം എത്രയാണ്? 4/3 പൈ സ്മോൾ ആർ ക്യൂബാണ്. അപ്പോൾ ചെറിയ സ്ഫിയർ മാത്രം കൺസിഡർ ചെയ്താൽ അതിൻ്റെ ചാർജ് പെർ യൂണിറ്റ് വോളിയം അല്ലെങ്കിൽ വോളിയം ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത് ക്യൂ ഡാഷ് ബൈ 4/3 പൈ സ്മോൾ ആർ ക്യൂബാണ്. ഇത് രണ്ടും ഈക്വലാണ്. കാരണം ഈ സ്ഫിയറിനുള്ളിൽ എല്ലാ പോയിന്റുകളിലും ചാർജിൻ്റെ അളവ് യൂണിഫോമാണ്. ചാർജ് ഡെൻസിറ്റി ഒരു കോൺസ്റ്റൻ്റ് ആണ്. ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് ക്യൂ ഡാഷിനുള്ള ഇക്വേഷൻ കിട്ടും. 4/3 പൈ ഒക്കെ ക്യാൻസൽ ചെയ്യും. Then we'll get Q dash is equal to small r cube ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് വരണം. Q into small r cube by capital R cube എന്നാണ്. ഇനി നമ്മുടെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ ഗോസ് തിയറത്തിൽ നിന്ന് E = 1/4πε0 Q dash by R square എന്ന് എഴുതാം. ഇവിടെ നിന്ന് ഈയുടെ വാല്യൂ അതിനകത്ത് ക്യൂ ഡാഷിന് പകരം ഈ ക്യൂ സ്മോൾ ആർ ക്യൂബ് ബൈ ക്യാപിറ്റൽ ആർ ക്യൂബ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ വി വിൽ ഗെറ്റ് ദി ഇക്വേഷൻ ലൈക്ക് ദിസ്. ഇപ്പോൾ ഇതിവിടെ ഈ കാണിച്ചിരിക്കുന്ന പോർഷൻ ക്യൂ ഡാഷിന് പകരം ഇട്ട് കൊടുത്തതാണ്. അതാണ് ഇവിടെയുള്ള ഡിഫറൻസ്. ഇനി നമുക്ക് ഫൈനൽ ഇക്വേഷൻ ഇവിടെ സ്മോൾ ആർ ക്യൂബും ഇവിടുത്തെ സ്മോൾ ആർ സ്ക്വയറും ക്യാൻസൽ ചെയ്ത് പോകും. ദെൻ വിൽ ഗെറ്റ് E = 1/4πε0 ഇൻറ്റു ക്യൂ സ്മോൾ ആർ ബൈ ക്യാപിറ്റൽ ആർ ക്യൂബ്. ഇവിടെ
ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത് നോൺ കണ്ടക്ടിങ് സ്ഫിയറിൻ്റെ റേഡിയസ് ആണ്, ദാറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ്. സ്മോൾ ക്യൂ ടോട്ടൽ ചാർജ് ഇൻസൈഡ് ദ സ്ഫിയർ ആണ്, ദാറ്റ് ഈസ് ഓൾസോ എ കോൺസ്റ്റൻറ്റ്. So we can see that the electric field is directly proportional to small r, where small r is the distance from the center of the sphere to the point P. ഇപ്പോൾ ആറിൻ്റെ വാല്യൂ കൂടുന്തോറും ഫീൽഡിൻ്റെ വാല്യൂ കൂടിക്കൂടി വരും. ആറിൻ്റെ വാല്യൂ കുറയും തോറും ഫീൽഡിൻ്റെ വാല്യൂ കുറഞ്ഞു വരും. ആറ് 0 എന്ന് പറഞ്ഞാൽ സ്ഫിയറിൻ്റെ സെൻറ്റർ എന്നാണ്. സെൻറ്ററിൽ ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് വരുംതോറും ഫീൽഡിൻ്റെ വാല്യൂ കൂടിക്കൂടി വരും. അത് സർഫസിലെത്തുമ്പോൾ മാക്സിമം ആവും. ഇപ്പോൾ ഉള്ളിലുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ വേരിയേഷൻ കാണിക്കുന്ന ഇക്വേഷനാണിത്. ആൻഡ് ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്മോൾ ആർ. ഇത് മാക്സിമം ആണ് സർഫസിലാണെന്ന് പറഞ്ഞു. ഇനി സർഫസിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ ഉള്ളത് നമ്മളിതിനു മുമ്പ് കണ്ടു. പുറത്തേക്ക് പോകുമ്പോൾ ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റി കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം ഇൻറ്റൻസിറ്റി ഉള്ളത് എപ്പോഴും സർഫസിൽ തന്നെയാണ്. ഇവിടെ നമ്മൾ ആ ഗ്രാഫാണ് കാണുക. 0 തൊട്ട് ക്യാപിറ്റൽ ആർ വരെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ സ്മോൾ ആറിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. ആറ് കൂടുന്തോറും ഫീൽഡിൻ്റെ വാല്യൂ കൂടിക്കൂടി വരുന്നു. ഒരു സ്ട്രേറ്റ് ലൈൻ ഗ്രാഫ് നമുക്കവിടെ വരയ്ക്കാം. സർഫസിൽ ഫീൽഡിൻ്റെ വാല്യൂ ഏറ്റവും മാക്സിമം ആണ്. പിന്നീട് പുറത്തേക്ക് പോകുന്തോറും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ട പോലെ ഈ പ്രൊപ്പോർഷണൽ ടു 1/r² എന്നുള്ള അളവിൽ കുറഞ്ഞു വരുന്നു. ഇപ്പോൾ ഒരു കർവാണ് ഇവിടെ കാണിക്കുക. ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് വരും ഡിസ്റ്റൻസ് കുറയും തോറും. അപ്പോൾ ഈ ഗ്രാഫും നിങ്ങൾ ഓർത്തിരിക്കുക. ഈ ഗ്രാഫ് മറ്റൊരു ഗ്രാഫാണ്, സെയിം ഗ്രാഫ് തന്നെയാണ്. എ എന്ന് പറയുന്നത് അവിടെ സ്ഫിയറിൻ്റെ റേഡിയസ് ആണ് ഉദ്ദേശിക്കുക. ഒറിജിനൽ ഫീൽഡ് 0, സെൻറ്ററിൽ നിന്ന് സർഫസിലേക്ക് വരുന്തോറും ഫീൽഡ് കൂടിക്കൂടി വരും. സർഫസിൽ മാക്സിമം ആവും. പിന്നീട് r² ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് കുറയും. അതുകൊണ്ടൊരു കർവ് കിട്ടും. താങ്ക് യു.